blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾ കാണുന്നത്. തുടർച്ചയായി കാണുന്ന പലരും കാണും. ആദ്യമായി കാണുന്നവരോട് ഞാൻ പറയട്ടെ, ഇതേ ചാനലിൽ ഇതേ സമയത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ബ്ലെസ്സിങ് ടുഡേ ഈ പ്രോഗ്രാം കാണുക. മാത്രമല്ല, മറ്റുള്ളവരോട് ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും പറയണം. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ ഫൈനാൻഷ്യൽ പാർട്ട്ണർ ആയി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ന്യൂഡൽഹിയിൽ നിന്നുള്ള സൂസൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഇളയ മകൾ ഷാലിൻ്റെ ബർത്ത്ഡേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. കർത്താവെ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഷാലിൻ. കർത്താവെ, ഞങ്ങൾ ചേർന്ന് മോളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദൈവം നിയമിച്ചിട്ടുള്ള, കണ്ടുവച്ചിട്ടുള്ള ഏറ്റവും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ ആ മകൾക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവെ, ഒരു സ്ഥലവും വീടും സ്വദേശത്ത് ലഭിക്കേണ്ടതിനായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജനുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽവാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജനുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47 കരുനാഗപ്പള്ളി. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിംഗ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. 2017 മെയ് 8 മുതൽ 17 വരെ. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. I'm going to talk to you about the final victory. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അന്തിമ വിജയം. Everybody say the final victory. എല്ലാവരും പറയാമോ? അന്തിമ വിജയം. On the cross of Calvary, Jesus had the greatest victory. We know. കാൽവരി ക്രൂശിൽ ഏറ്റവും വലിയ ആത്യന്തികമായ വിജയം ഉണ്ടായെന്ന് നമ്മൾക്കറിയാം. And we all are sharing in that victory. നമ്മൾ എല്ലാവരും ആ വിജയത്തിൽ പങ്കാളികളാണ്. We have a share in that victory. ആ വിജയത്തിൽ നമുക്കൊരു പങ്കുണ്ട്. But still the final victory is yet to come. എന്നാൽ ഏറ്റവും അന്തിമമായ വിജയം വരാനിരിക്കുന്നതേ ഉള്ളൂ. When is that victory coming? എപ്പോഴാണ് ആ അന്തിമമായ വിജയം വരുന്നത്? The victory will come to us when Jesus comes for the second time. യേശു രണ്ടാമത് വരുമ്പോഴാണ് നമുക്ക് ആ വിജയം പ്രാപിക്കാൻ സാധിക്കുന്നത്. Hallelujah. Hallelujah. When Jesus comes and does the rest of the thing, the balanced things that he has been assigned with, then the future eternity will start. യേശുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൂർണ്ണ ദൗത്യവും അവൻ അപ്രകാരം ചെയ്തു തീർക്കുമ്പോൾ അവിടെയാണ് ഭാവികാല നിത്യത ആരംഭിക്കുന്നത്. Say hallelujah. ഒരു hallelujah. So the
there are two eternities. രണ്ട് നിത്യതകളുണ്ട്. Past eternity and future eternity. കഴിഞ്ഞകാല നിത്യതയും ഭാവികാല നിത്യതയും. Between these two eternities we have time and history. ഈ രണ്ട് നിത്യതയ്ക്കുമിടയിലാണ് നമുക്ക് സമയവും ചരിത്രവും ഉള്ളത്. Before the establishment of this world there was the past eternity. ഈ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുൻപ് തന്നെ കഴിഞ്ഞകാല നിത്യത ഉണ്ടായിരുന്നു. And then the Bible says in Genesis chapter 1, God appointed and fixed some small lights and big lights up in the heaven. ഉൽപ്പത്തി പുസ്തകം 1 കാണുന്നു, ദൈവം വലിയ പ്രകാശങ്ങളെയും ചെറിയ പ്രകാശങ്ങളെയും ആകാശമണ്ഡലത്തിൽ ആക്കി. So that we are able to measure time. അങ്ങനെ അപ്രകാരം നമുക്ക് സമയത്തെ അളക്കുവാൻ സാധിക്കും. Watches and clocks exist only in this period where we can count time. നമുക്ക് സമയത്തെ അളക്കുവാൻ കഴിയുന്ന ഈ ഒരു കാലഘട്ടത്തിനിടയിൽ മാത്രമേ നമ്മുടെ ഘടികാരങ്ങളും നമ്മുടെ വാച്ചുകളും പ്രയോജനപ്പെടുന്നുള്ളൂ. Time is counted only in connection with human beings. മനുഷ്യ ജീവിതത്തോട് ബന്ധപ്പെട്ട് മാത്രമേ സമയത്തിന് പ്രസക്തിയുള്ളൂ. God has no time. ദൈവത്തിന് സമയമില്ല. Because God is beyond all the time. കാരണം കർത്താവ് സകല സമയങ്ങൾക്കും കാലങ്ങൾക്കും അതീതനാണ്. Hallelujah. ഹല്ലേലൂയ. Now when Jesus had risen from the dead, കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ one day Jesus said, "Come with me." കർത്താവ് പറഞ്ഞു, വരിക. And all of them after the resurrection went to Mount Olives. പുനരുത്ഥാനത്തിന് ശേഷം അവരെല്ലാവരും ചേർന്ന് ഒലിവ് മലയിലേക്ക് പോയി. And there when they were looking, Jesus went up and up. അവർ നോക്കി നിൽക്കുമ്പോൾ യേശു മുകളിലേക്ക് കയറിപ്പോയി. All of them were looking up. എല്ലാവരും മുകളിലേക്ക് Two നോക്കുകയാണ്. angels came down. രണ്ട് ദൂതന്മാർ താഴേക്ക് വന്നു. And the angel said, "Men of Galilee, why are you looking up?" ഈ ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് ആകാശത്തേക്ക് നോക്കി The നിൽക്കുന്നത്? same Jesus will come again. ഈ യേശു തന്നെ മടങ്ങി വരും. So when he comes back, അവൻ മടങ്ങി വരുമ്പോൾ he will do the rest of the things. അവൻ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. And how will be he coming back? അവൻ എപ്രകാരമായിരിക്കും മടങ്ങി വരുന്നത്? 1 Thessalonians chapter 4, 1 തെസ്സലോനിക്കർ 4 അധ്യായം verses 13 through 18. 13 മുതൽ 18 വരെ. Brothers and sisters, we do not want you to be uninformed about those who sleep in death, so that you do not grieve like the rest of mankind who have no hope. സഹോദരരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Shout one more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ. Lift up your right hand. വലതുകരം ഉയർത്തുക. Move it like this. ഇതുപോലെ വീശുക. Say hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Now listen to this. ശ്രദ്ധിക്കുക. When Jesus was here with his disciples, യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പമായിരുന്നപ്പോൾ many times he said, അവൻ പറഞ്ഞു, "I will come back to take you there." പലതവണ അവൻ പറഞ്ഞു, ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. A very clear explanation given is in John chapter 14. യോഹന്നാൻ 14 അധ്യായത്തിലാണ് വളരെ വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. Verses 1 to 3. 1, 2, 3 വചനങ്ങൾ. Jesus said, "Do not let your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Believe in God. ദൈവത്തിൽ വിശ്വസിക്കുക. Believe also in me. എന്നിൽ വിശ്വസിക്കുക. In my Father's house are so many mansions. എന്റെ പിതാവിന്റെ അടുക്കൽ നിരവധി വാസസ്ഥലങ്ങളുണ്ട്. I'm going there to build it first. ഞാൻ അത് ആദ്യം പണിയുവാനായി പോവുകയാണ്. Then I will come back. ഞാൻ അതിനുശേഷം മടങ്ങി വരും. I will take you there നിങ്ങളെയും so കൂട്ടിക്കൊണ്ടുപോകും. that we all will be together with the Father. നമ്മൾ എല്ലാവരും ചേർന്ന് പിതാവിനോടൊപ്പമായിരിക്കും. Hallelujah. ഹല്ലേലൂയ. So Jesus had given them the promise. യേശു ഈ വാഗ്ദാനം അവർക്ക് നൽകിയിരുന്നു. So after Jesus had ascended to heaven, യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം the disciples believed, ശിഷ്യന്മാർ വിശ്വസിച്ചു, soon Jesus is going to come back. യേശു കർത്താവ് ഇപ്പോൾ തന്നെ മടങ്ങി വരും. Next time when he comes, he'll not be coming as a baby born in Bethlehem. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ ബെത്ലഹേമിൽ ജനിച്ച ഒരു കൈക്കുഞ്ഞിനെ പോലെയല്ല വരാൻ പോകുന്നത്. Because Jesus had promised them, I'll come back in glory as a king. കാരണം യേശു അവരോട് പറഞ്ഞിരുന്നു, മഹത്വപൂർണനായ രാജാവിനെ പോലെ ആയിരിക്കും ഞാൻ മടങ്ങി വരിക. Hallelujah. Hallelujah. He had declared it. അവനത് പ്രഖ്യാപിച്ചിരുന്നു. So they were thinking that maybe within 1 year or 2 years he will come back. അവർ ഇപ്രകാരം ചിന്തിച്ചു, ഒരുപക്ഷെ 1 വർഷത്തിനകം 2 വർഷത്തിനകം യേശു മടങ്ങി വരും. And he'll chase away all the Roman people from out of Israel. ഇസ്രായേലിൽ നിന്നും എല്ലാ റോമക്കാരെയും പുറത്താക്കും. And he'll be a king. അവനൊരു രാജാവായിരിക്കും. Also Jesus has promised one more thing. യേശു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. When he'll be sitting on the throne, അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ
we will be sitting in 12 thrones ഞങ്ങൾ around him. അവന് ചുറ്റും 12 സിംഹാസനങ്ങളിൽ ഞങ്ങൾ ഇരിക്കും. So maybe after 1 year he will come. ഒരുപക്ഷേ ഒരു വർഷത്തിന് ശേഷം And കർത്താവ് we'll have a good time. നമുക്ക് നല്ലൊരു സമയമുണ്ടാകും. But they waited for 1 year, he didn't come. ഒരു വർഷം കാത്തിരുന്നു, അവൻ വന്നില്ല. 5 years he didn't come. 5 വർഷം വന്നില്ല. But they knew one thing. അവർ ഒരു കാര്യം അറിയാമായിരുന്നു. Before they died, അവർ മരിക്കുന്നതിന് മുൻപ് he would come. യേശു വരും. See, in all churches, all people believed that in their lifetime Jesus would come back. അന്ന് എല്ലാ വിശ്വാസികളും എല്ലാ സഭയും ഇപ്രകാരമാണ് വിശ്വസിച്ചത്, തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ യേശു കർത്താവ് മടങ്ങി വരും. And none of them will die. അവരാരും മരിക്കുകയുമില്ല. ഓരോ വർഷവും ദൈവത്തിൽ നിന്നും ഒരു ദാനമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ ടൈം ബാങ്കിൽ നിന്നും ഒരു വർഷത്തെ നമുക്ക് അനുവദിച്ചു തരികയാണ്. 2017 ദൈവം നമുക്കൊരു ഗിഫ്റ്റായി തന്നിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ വർഷം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ദൈവിക ശുശ്രൂഷയിൽ പങ്കുചേരണം എന്നൊക്കെ ഉള്ളിൽ ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടോ? നിങ്ങളാകെ ചെയ്യേണ്ടത് ബ്ലെസ്സിങ് ടുഡേയോട് ചേർന്ന് പല ശുശ്രൂഷകളിലും നിങ്ങൾക്ക് പങ്കുവഹിക്കാൻ കഴിയും. അതെങ്ങനെയാണ് എന്നറിയേണ്ടതിന് നിങ്ങളാകെ ചെയ്യേണ്ടത് 422133 എന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ നിന്ന് തീർച്ചയായും നിങ്ങൾ വിളിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഒരു മിസ്ഡ് കോൾ അടിച്ചു, പെട്ടെന്ന് റെസ്പോൺസ് ലഭിച്ചില്ലെങ്കിലും തിരികെ വിളിച്ചില്ലെങ്കിലും ദയവായി ക്ഷമിക്കുക. ചില സമയങ്ങൾക്കകം വിളിക്കും. പ്രാരംഭ സമയങ്ങളിൽ നമുക്ക് ഒത്തിരി കോളുകൾ ഉള്ളതുകൊണ്ട് ഒരല്പം സാവകാശം വേണ്ടിവരും. ഇതിനു മുമ്പ് മിസ്ഡ് കോൾ അടിച്ചു, പക്ഷേ ഇതുവരെ നിങ്ങൾക്ക് ഒരു റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അത് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഇടാം. ഏതെങ്കിലും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. This year we can do so many things together. In the church of Thessalonica somebody died. തെസ്സലോനിക്ക സഭയിൽ ചിലർ മരിച്ചു. They were totally confused. അവർ വളരെ ആശയക്കുഴപ്പത്തിലായി. Jesus said he will come back, but this fellow died. യേശു പറഞ്ഞു അവൻ മടങ്ങി വരാൻ പോകുന്നു, എന്നാൽ ഇതാ ഇയാൾ മരിച്ചിരിക്കുന്നു. They all believed that when they were alive, Jesus would come and all of them would be going to the Father's house. അവർ ഇപ്രകാരമാണ് വിശ്വസിച്ചിരുന്നത്, അവർ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ യേശു മടങ്ങി വരികയും ഒരുമിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് അവർ പോവുകയും. So somebody in the Thessalonian church started writing to Paul. Paul, somebody died in our church, so what should we do? പൗലോസിന് തെസ്സലോനിക്ക സഭയിലുള്ള ഒരു വ്യക്തി ഇപ്രകാരം എഴുതി, പൗലോസേ, ഇതാ ഞങ്ങളുടെ സഭയിലെ വ്യക്തികൾ മരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും? But Jesus did not come. യേശു വന്നില്ലല്ലോ. So in reply to that question, Paul is writing here. ആ ചോദ്യത്തിന് മറുപടി എന്നോണം പൗലോസ് ഇവിടെ എഴുതുകയാണ്. Brothers and sisters, സഹോദരന്മാരെ, we do not want you to be uninformed about those who sleep in death. നിങ്ങൾ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ കുറിച്ച് അറിവില്ലാത്തവർ ആയിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. So that you do not grieve like the rest of mankind who have no hope. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റു മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനു വേണ്ടി. Then he writes, verse number 14, we believe that Jesus died and rose again, and so we believe that God will bring with Jesus those who have fallen asleep in him. യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെയും ദൈവം അവിടുത്തോടൊപ്പം മടക്കി വരുത്തും. Hallelujah. Hallelujah. They were confused about the people who were dead already. അവർ ഇതാ മരിച്ചുപോയി കഴിഞ്ഞ ആളുകളെ കുറിച്ച് ആശയക്കുഴപ്പത്തിലാണ്. What will happen to them? അവർക്ക് എന്ത് സംഭവിക്കും? So Paul is saying, don't worry about them. പൗലോസ് പറയാണ്, അവരെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. When Jesus comes back, യേശു മടങ്ങി വരുമ്പോൾ God the Father will bring them back. പിതാവാം ദൈവം അവരെ മടക്കി വരുത്തും. So if somebody dies before the return of Jesus, don't worry about them. They will be the first ones to rise up from the dead. ആരെങ്കിലും യേശു കർത്താവിന്റെ വരവിന് മുൻപ് മരണപ്പെട്ടാൽ അവരെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട. പിതാവാം ദൈവം യേശു മടങ്ങി വരുമ്പോൾ ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോകുന്നത് അവരെയാണ്. Amen. ഒരു ആമേൻ. 15. According to the Lord's word, we tell you that we who are still alive, who are left until the coming of the Lord, will certainly not precede those who have fallen asleep. 15 കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവിച്ചിരിക്കുന്നവരായ നാം
നിദ്ര കൊണ്ടവർക്ക് മുൻപാകയില്ല എന്ന് കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. What do you understand? എന്ത് മനസ്സിലായി? There are turns. ഇതാ അതിന് പല നിരകളുണ്ട്. There is a queue. ഒരു ക്യൂ ഉണ്ട്, നിരയുണ്ട്. People who died in the Lord, in Christ before, will rise up first. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. When? എപ്പോൾ? When Jesus will come back. യേശു മടങ്ങി വരുമ്പോൾ. And after that, those who are alive will also be transformed or transfigured. അതിനുശേഷം ജീവനോടെ ഇരിക്കുന്നവർ അവർക്ക് രൂപാന്തരം സംഭവിക്കും. 16. For the Lord himself will come down from heaven with a loud command, with the voice of the archangel, and with the trumpet call of God, and the dead in Christ will rise first. 16-ാമത്തെ വചനം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. Hallelujah. ഹല്ലേലൂയ. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air. So we will be with the Lord forever. അതിനുശേഷം ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊപ്പം ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. It says we will be caught up together with them in the clouds to meet the Lord in the air. ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. Hallelujah. Hallelujah. Then he says, therefore encourage one another with these words. അതുകൊണ്ട് ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. Hallelujah. ഹല്ലേലൂയ. Now listen to this. ശ്രദ്ധിച്ചാലും At the rapture, a few things will happen. Mainly 5 things will happen. എടുക്കപ്പെടുന്ന സമയത്ത് നിരവധി കാര്യങ്ങൾ സംഭവിക്കും. പ്രധാനമായും 5 കാര്യങ്ങൾ നടക്കും. Number 1, it will be a catching away. ഒന്ന്, അതിനെ എടുത്തുകൊണ്ടു പോവുക. It will be like an eagle comes and takes away some chicken. ഒരു കഴുകൻ പറന്നു വന്ന് ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ ആയിരിക്കും അത്. Are you there? നിങ്ങൾ കൂടെയുണ്ടോ? It will be a catching away. അത് ഒരു റാഞ്ചിക്കൊണ്ടു പോകലായിരിക്കും. Can I tell you something? ഞാൻ പറയട്ടെ, Jesus will come back and he will take you away from all your sorrows and all your troubles, all your poverty, all your sickness, all the problems you are in. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് യേശു നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകും. 2 Corinthians chapter 5 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം verses 1 and 2. 1-2 വചനങ്ങൾ. For we know that if the earthly tent we live in is destroyed, we have a building from God, an eternal house in heaven, not built by human hands. ഞങ്ങളുടെ ഭൗമിക കൂടാരം അഴിഞ്ഞു പോയാൽ മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത നിത്യഭവനമായി ദൈവിക ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. So Paul is speaking about earthly tent. ഇതാ പൗലോസ് ഭൗമിക കൂടാരങ്ങളെ കുറിച്ച് പറയുകയാണ്. What do you mean by earthly tent? എന്താണ് ഭൗമിക കൂടാരം? The earthly tent is your body. ഭൗമിക കൂടാരം നമ്മുടെ ശരീരമാണ്. We are living in a tent. The body is compared to a tent. ഇവിടെ നമ്മുടെ ശരീരത്തെ ഒരു ഭൗമിക കൂടാരമായി ഉപമിച്ചിരിക്കുകയാണ്. Touch here and say, this is my tent. ഒന്ന് ഇവിടെ തൊട്ടിട്ട് പറഞ്ഞ് ഇതെന്റെ കൂടാരമാണ്. So if Paul says we are living in tents, പൗലോസ് പറയുകയാണ് നമ്മൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. that means this tent is not our permanent house. അതിന്റെ അർത്ഥം ഈ കൂടാരം നമ്മുടെ സ്ഥിര താമസ This സ്ഥലമല്ല. is your temporary house. ഇത് ഒരു താൽക്കാലിക താമസ A സ്ഥലമാണ്. permanent house is coming. ഇതാ സ്ഥിരമായ താമസ സ്ഥലം വരികയാണ്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ട്രിവാൻഡ്രം ഡെലിവറൻസ് ക്ലിനിക് 2017. ജനുവരി 24-25, സമയം രാവിലെ 10 മുതൽ 4:30 വരെ. രാജധാനി ഓഡിറ്റോറിയം,
കോട്ടയ്ക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ടീമും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനായി വിളിക്കുക  സഹോദരിയുടെ പേര് നിസി എന്നാണ്. തൻ്റെ കുഞ്ഞിനെ കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ സഹോദരി ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ കുഞ്ഞ് ജനിച്ച് ഏകദേശം 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവന് തൂക്കക്കുറവുള്ളത് കൊണ്ട് വെയിറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് താൻ NICUവിലായിരുന്നു. സഹോദരി വേറെ വാർഡിലുമായിരുന്നു. സംഭവിച്ച കാര്യം 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രീത്തിങ്ങിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അവൻ ഇപ്പോൾ കൃത്രിമമായി ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് താൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 72 മണിക്കൂറിന് ശേഷം വേറെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. മാത്രമല്ല കുഞ്ഞിൻ്റെ കിഡ്നിയിൽ ചെറിയ തടിപ്പുണ്ട്, അതും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി വളരെയധികം ഭാരപ്പെട്ടു, വളരെയധികം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ സഹോദരി ചെയ്ത കാര്യം നമ്മുടെ പ്രയർ കോൾ സെൻറ്ററിൽ താൻ വിളിച്ചു. എറണാകുളത്തുള്ള പ്രയർ കോൾ സെൻറ്ററിൽ താൻ വിളിച്ചു. അവിടെയുള്ള സഹോദരി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു, പൂർണ്ണമായും സൗഖ്യമായി. കിഡ്നിക്ക് പ്രശ്നമുണ്ടായിരുന്ന സ്ഥാനത്ത് അതെല്ലാം നോർമലായി, യാതൊരു പ്രശ്നവുമില്ല. നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ദൈവം തനിക്ക് കൊടുത്തു എന്നാണ് സഹോദരി സാക്ഷ്യം പറയുന്നത്. യേശുവിന് നന്ദി പറയാം. ജനിച്ച ഉടൻ തന്നെ വലിയൊരു ക്രൈസിസിലായി പോയ ഒരു കുഞ്ഞാണ്. ഇപ്പം എത്രയായി കുഞ്ഞിന്? 1.5 വയസ്സായി. അതിനുശേഷം പ്രശ്നങ്ങളില്ല. തീർന്നില്ല. സഹോദരി ചെയ്തത്, തനിക്ക് ദൈവം കൊടുത്ത ഈ സാക്ഷ്യത്തിന് നന്ദി സൂചകമായി താൻ ചെയ്തത് ബ്ലെസ്സിംഗ് ടുഡേ ഒരു എപ്പിസോഡ് ചെയ്തു. ഇപ്പോൾ തുടർന്നും താൻ അവിടെ വിളിക്കുന്നു. തുടർന്നും നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം സഹോദരി പങ്കെടുക്കുന്നു. ഉയർത്തി യേശുവിന് നന്ദി പറയാം. കർത്താവേ, ഈ കുഞ്ഞിൽ ജനിച്ച് മണിക്കൂറുകൾക്കകം വലിയൊരു പ്രതിസന്ധിയിലൂടെ ഈ പൈതൽ പോയെങ്കിലും ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനും സൗഖ്യത്തിനുമായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ സമയത്ത് ഞങ്ങൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ശിശു NICUവിലോ ക്രിട്ടിക്കൽ കണ്ടീഷനിലോ ഉണ്ടെങ്കിൽ, ഈ സാക്ഷ്യത്തോട് ചേർന്ന് സൗഖ്യം അവിടെ നടക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഷൊർണൂർ ജനുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മയിൽവാഹനം ഓഡിറ്റോറിയം, ഷൊർണൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കരുനാഗപ്പള്ളി ജനുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഐഡിയൽ ഓഡിറ്റോറിയം, പുതിയകാവ്, NH47 കരുനാഗപ്പള്ളി. എല്ലാ ദിവസവും മിറക്കിൾസ് ടുഡേയിൽ പലർക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്തത് നാം കാണുന്നു, നാം കേൾക്കുന്നു. പലരും മനസ്സിൽ ചിന്തിക്കും, എന്നാണ് എനിക്കിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ കഴിയുക? ഞാൻ പറയട്ടെ, ഐ ബിലീവ് ടുഡേ ഗോഡ് വാണ്ട്സ് ടു ഡു സംതിങ് ഇൻ യുവർ ലൈഫ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്ലെസ്സിംഗ് ടുഡേ ദിവസവും കാണുന്നവർ, യാദൃച്ഛികമായി ഇന്ന് കണ്ടവർ, എന്നാൽ ജീവിതത്തിൽ പല ആവശ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നു, കർത്താവ്, അവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വാദസംബന്ധമായ രോഗങ്ങളുള്ളവരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആസ്മ രോഗമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. രേഖ എന്നു പേരുള്ളൊരു സഹോദരി ഈ സമയത്ത് ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുമ്പോൾ നാളുകളായുള്ള ആസ്മ രോഗം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവെ, നീ സൗഖ്യം നൽകിയതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം. അപ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നിമിത്തം മുന്നോട്ട് പോകാൻ കഴിയാതെ കുടുംബവുമായി ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിടുന്ന ചിലർ ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ട്.
എന്നാൽ യേശു കർത്താവ് നിങ്ങളെ ആ പ്രയാസത്തിൽ നിന്ന് വിടുവിച്ച് നല്ല ഒരു ഭാവിയിലേക്ക് നടത്താൻ ആഗ്രഹിക്കുന്നു. ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുക, വിശ്വസിക്കുക. അദൃശ്യമായ യേശുവിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ ഏതോ ഹോസ്പിറ്റൽ ബെഡിലോ വീട്ടിലോ രോഗിയായി ഇരിക്കുന്ന ചില വ്യക്തികൾ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. ചില സീരിയസ് അലർജി പ്രോബ്ലംസ് കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. അതിഭയങ്കരമായ ഇൻസസൻറ്റ് ബ്ലീഡിങ്, രക്തസ്രാവമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്ന. പൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ജയ എന്നു പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. തൈറോയിഡ് സംബന്ധമായ ചില രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ജയ, ആ സഹോദരിയെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. ഏത് പ്രയാസത്തിലും അതുപോലെ രോഗത്തിലും ഇരിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ അങ്ങ് തൊടണമേ, പ്രയാസങ്ങൾക്ക് അങ്ങ് പരിഹാരം നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് വ്യക്തിപരമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഏറ്റവും അവസാനം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, തടസ്സങ്ങളെ തകർക്കുക. അതിനു മുമ്പ് ദൈവപ്രസാദം, എൻ്റെ പ്രാർത്ഥനാ ഡയറി തുടങ്ങിയ പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബ്ലെസ്സിങ് ടുഡേയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒത്തിരി വിഭവങ്ങൾ അതിൽ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. God bless you. Bye-bye.